നാജാസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റോസിന്റെ കോംബോ ആയിട്ടാണ്. 4 ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസകളാണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത്. ആ റോസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഓറഞ്ച് കളർ വരുന്ന ക്രിക്കറി റോസാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ളതാണ്. നല്ല ഓറഞ്ച് കളർ വരുന്നതാണ് റോസ്. ഇതാണ് റോസിന്റെ സൈസ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ളതാണ്. കമ്പ് വെച്ച് പിടിപ്പിച്ചെടുത്തതാണ്. ഇനി അടുത്ത റോസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതൊരു റെഡ് പിന്നെ ക്രിക്കറി റോസാണ്. റെഡ് നല്ല ഭംഗിയുള്ള കളർ, അകത്ത് നിറച്ച് ചെറിയ ചെറിയ പെറ്റലിങ്ങനെ നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന റോസാണ് റെഡ്. ഇത് റെഡ്, നേരത്തെ കാണിച്ചത് ഓറഞ്ച്. ഇനി അതിൻ്റെ തന്നെ ഒരു യെല്ലോ ഉണ്ട്, അതിനെ നമുക്ക് കാണാം. അങ്ങനെ ഇത് അതിൻ്റെ തന്നെ ഈ യെല്ലോ ക്രിക്കറി റോസാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചട്ടി നല്ല പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും. നിറച്ച് എപ്പോഴും പൂവാണ്. ഈ ചെറിയ റോസയിൽ തന്നെ 4-5 പൂക്കളുണ്ട്. അങ്ങനെ എപ്പോഴും പൂക്കൾ പിടിക്കുന്ന റോസയാണ് ഞാനിപ്പം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ ഉള്ളത് ഒരു സ്നോ വൈറ്റ് റോസാണ്. അങ്ങനെ ഈ 4 റോസാണ് ഇന്നത്തെ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസ്. ഈ റോസയുടെ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 315 രൂപയാണ്. 315 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഈ റോസ നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതാണ്. അടുത്തത് 3 ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസിന്റെ ഒരു കോംബോയാണ്. അതും ഒന്നൊരു ഓഫ് വൈറ്റ് ആണ്, എന്നാൽ അകത്തോട്ടൊരു ചെറിയ പെറ്റൽസിന്റെ ഇടയിലോട്ടൊരു ചെറിയ പിങ്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഇത് നമുക്ക് കമ്പ് വെച്ച് വെട്ടി വെച്ചാൽ പൊടിപ്പിച്ചെടുക്കാവുന്ന ഒരു റോസാണ് ഇത്. ആ കോംബോയിലുള്ളത് ഈ റോസ് നിറച്ച് പൂ പിടിക്കുന്ന റോസാണ്. നല്ല ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന, നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന, പണ്ട് മുതലേ നമ്മളെ വീടുകളിൽ ഉള്ള ഒരു റോസും കൂടിയാണ് ഇത്. ഈ നാടൻ റോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ റോസ് വാങ്ങിയാൽ മാത്രമേ നമുക്ക് പിടിച്ച് നല്ലപോലെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത ഇപ്പൊ കുറെ ഓറഞ്ച് അല്ലാത്ത കുറെ കളറുകൾ നാടനായിട്ട് വരുന്നുണ്ട്. അതൊരിക്കലും നമ്മുടെ ഇവിടെ കാലാവസ്ഥയിൽ അത് പിടിച്ചു കിട്ടുന്നില്ല. ഒരു പൂവോ 2 പൂവൊക്കെ വന്നിട്ട് അത് അങ്ങനെ നിന്ന് ചെടി നശിച്ചു പോകുന്നതാണ് കാണുന്നത്. ഇതങ്ങനെയല്ല, നല്ല കട്ടിയുള്ള സ്റ്റെമ്മ് വെട്ടി വെച്ച് പിടിപ്പിച്ചെടുത്ത റോസാണ്. പിന്നെ ഒന്ന് വരുന്നത് 7 ഡേയ്സ്. എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു റോസാണ് 7 ഡേയ്സ്. നല്ല അടിങ്ങിയ പറ്റും. ഇതിന്റെ 7 ഡേയ്സ് എന്ന് പറയാൻ തന്നെ ഇത് 7 ദിവസത്തിൽ കൂടുതൽ ഈ പൂവ് ഒരു ഫ്ലവർ നിൽക്കും. നല്ല ആരോഗ്യമുള്ള ചെടിയിൽ ഒരു 30-40 പൂവൊക്കെ ഒരു സമയത്ത് കാണും. പക്ഷെ നല്ല ആരോഗ്യമുള്ള ചെടിയായിരിക്കണം. ചെടി എങ്ങനെ ആരോഗ്യമായിട്ട് നിർത്താം, അല്ലെങ്കിൽ റോസ് എങ്ങനെ നിർത്താം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് ഞാൻ ഉടനെ ഇടുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ചെടി നമ്മൾ കൊറിയർ വരുമ്പം ആ ചെടി നടുന്നത് കുറേ ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നടാറുണ്ട്. അങ്ങനെ ചാണകപ്പൊടി കൊറിയർ വരുന്ന പ്ലാന്റ് ചാണകപ്പൊടി ഇട്ട് നട്ട് കഴിഞ്ഞാൽ ചെടീൻ്റെ വേര് ചീഞ്ഞു പോവും. ചെടി അതൊരിക്കലും പിടിച്ച് കിട്ടൂല. വെറുതെ മണ്ണിൽ നമ്മൾ ആ മേൽമണ്ണ് എടുത്തിട്ട് നട്ട് വെച്ചാൽ മാത്രം മതി. വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നട്ടാലേ കൊറിയർ വരുന്ന റോസ് നിങ്ങൾക്ക് പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ വെള്ളവും നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം തങ്ങി നിൽക്കാതെയും കുഞ്ഞു പോട്ടിലും ആയിരിക്കണം നടാനുള്ളത്. ചെറിയ പോട്ടിൽ, വലിയ പോട്ടിൽ നട്ടാലും വെള്ളം കൂടിയിട്ട് അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറയുന്നതാണ്. എങ്കിലും വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്. ഒരുപാട് പേര് ഈ തെറ്റ് ആവർത്തിക്കാറുണ്ട്, ചെടി നശിച്ചു പോകാറുണ്ട്. അങ്ങനെ എനിക്ക് മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. പിന്നെ അടുത്ത കോംബോയിൽ വരുന്നത് എലിസബത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു റോസാണ്. നമ്മളെ ക്രിക്കറി റോസിൻ്റെയൊക്കെ മോഡൽ വരുന്ന ഒരു റോസാണ്. നിറച്ച് പൂവിടുന്ന ഒരു റോസാണ്. ചെറിയൊരു കമ്പ് വെറുതെ വെട്ടി എവിടെയെങ്കിലും കുത്തിവെച്ചാലും പൊടിക്കുന്ന ഒരു റോസാണ് എലിസബത്ത് റോസ്. അങ്ങനെ ഈ 3 റോസാണ്, ഈ 3 ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസാണ് അടുത്ത കോംബോയിൽ വരുന്നത്. 390 രൂപയും കൊറിയർ ചാർജുമാണ് ഈ റോസയ്ക്ക് വരുന്നത്. 390 പ്ലസ് കൊറിയർ ചാർജ്. ഇനി അടുത്ത് നമ്മൾ ബ്ലാക്ക് റോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് കാണാം. 1-2 ടൈഗർ റോസും ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് ഇന്നത്തെ സെയിലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആ റോസ് കാണാം.
അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബ്ലാക്ക് റോസിൽ ക്രീമും റെഡും കൂടി ഷെയ്ഡ് വരുന്ന ഒരു ടൈഗർ റോസ് ആണ്. നല്ല വലിയൊരു പ്ലാന്റ് ആണ്. വലിയ പോട്ടിലാണ് ഈ നിൽക്കുന്നത്. ഈ പ്ലാന്റിന്റെ സൈസ് ഇതാ, നിങ്ങൾ നല്ലപോലെ നോക്കണം. അത്രയും വലിയ ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന റേറ്റ് 240 രൂപയാണ്. ടൈഗർ റോസ് ആണ് ഇതിന്റെ പേര്. ഇതിന്റെ കുറേ വെറൈറ്റി ഉണ്ട്, പക്ഷെ ഇപ്രാവശ്യം നമുക്ക് വന്നത് ഇതാണ്. ഇനി അടുത്ത് നമുക്ക് ഒരു ബ്ലാക്ക് റോസ്, എല്ലാവർക്കും അറിയാവുന്ന റോസാണ് ബ്ലാക്ക് റോസ്. ബ്ലാക്ക് റോസിനെ പരിചയപ്പെടാം. അത് ഇതുപോലെ വലിയ പോട്ടിലും വലിയ ചെടിയുമാണ്. നല്ല ആരോഗ്യമുള്ള ചെടിയാണ്. അതിൻ്റെയും ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് തരുന്ന റേറ്റ് 240 രൂപയാണ്. യഥാർത്ഥത്തിൽ ബ്ലാക്ക് റോസിൻ്റെയൊക്കെ റേറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്ലാക്ക് റോസിന്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, വിരിഞ്ഞ് വരുമ്പോൾ അതൊരു നല്ല പിങ്ക് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പൂ കംപ്ലീറ്റ് ആയിട്ട് വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമേ അത് ബ്ലാക്ക് ആവുള്ളൂ. നമുക്ക് ആദ്യം വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ പറ്റിക്കപ്പെട്ടോ എന്ന് തോന്നും. അങ്ങനെ അല്ല. ഈ റോസ് വിരിഞ്ഞ് വരുമ്പോൾ ഒരു കളറും, അത് പിന്നീട് നന്നായിട്ട് വിരിഞ്ഞതിന് ശേഷം മാത്രമേ അത് ബ്ലാക്കിലോട്ട് പോവുള്ളൂ. അതാണ് ഈ റോസിന്റെ ഒരു പ്രത്യേകത. കണ്ട ആ മൊട്ട് കാണുമ്പോൾ അറിയാം ഓറഞ്ച് കളറായിട്ടാണ് അത് വരുന്നത്. പക്ഷെ അത് വിരിഞ്ഞ് വന്നാലേ നല്ല ബ്ലാക്ക് കളർ ആവുള്ളൂ. അങ്ങനെയാണ് ബ്ലാക്ക് റോസ് വരുന്നത്. അടുത്ത് നമ്മൾ സെയിലിന് ഇടുന്നത് ഒരു വള്ളി റോസാണ്, റെഡ് വള്ളി റോസ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളെ കയ്യിൽ സെയിലിനുണ്ടായിരുന്ന റോസാണ്. അത് ഇപ്പോഴും വീണ്ടും വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വീണ്ടും അത് ചോദിച്ചപ്പോൾ അത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ റോസാണ് കാണിക്കുന്നത്. അതിൻ്റെ റേറ്റ് 140 രൂപയാണ്. അടുത്ത് നമ്മൾ വീണ്ടും കാണിക്കുന്നത് ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസാണ്. നല്ല ആരോഗ്യമുള്ള റോസുകളാണ് ഉള്ളത്. അപ്പോൾ ഇത് ഓർക്കിഡ് റോസിന്റെ റേറ്റ് 160 രൂപയാണ്. ഓർക്കിഡ് റോസ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള റോസാണ്. നമ്മളിപ്പോൾ 2-3 ആഴ്ച കൊണ്ട് ഒരുപാട് സെയിൽ ചെയ്ത ഒരു റോസാണ്. ഇപ്രാവശ്യം നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ ഓർക്കിഡ് റോസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നത് മുഴുവനും തീർന്ന്, അത് കഴിഞ്ഞിട്ട് വന്ന റോസാണ്. വളരെ കുറച്ചേ ഇപ്രാവശ്യം വന്നിട്ടുള്ളൂ. റോസ് നല്ല കരുത്തോടുകൂടി വളരാനുള്ള ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, ഒരു കുറച്ച് ശർക്കര, കുറഞ്ഞ അളവിലൊരു ശർക്കര, ഇതെല്ലാം കൂടി ഓരോ പിടി വീതം എടുത്താൽ മതി. നമ്മളാ റോസ് എത്രയുണ്ടോ ആ റോസിന്റെ കണക്കിന് 4 ദിവസം നന്നായിട്ട് പുളിപ്പിച്ചിട്ട് 1 ലിറ്റർ ഒരു കപ്പിന്, അത് ഒരു കപ്പാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ 4 ഇരട്ടി വെള്ളവും ചേർത്ത് അതിനകത്ത് 1 പിടി യൂറിയ എനിക്ക് പറയാൻ പേടിയാണ്, ഒരുപാട് വാരി ഇടരുത്. വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ചെടി എത്രയുണ്ടോ അത്ര, ഒരു ടേബിൾ സ്പൂൺ വേണ്ട, 1 ടേബിൾ സ്പൂണിന്റെ ഒരു 1/4 ഭാഗമൊക്കെ എടുത്ത് ആ യൂറിയയും കൂടെ അതിനകത്ത് കലക്കി നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടുകൂടി വളരുകയും ചെയ്യും, ഒരുപാട് ഫ്ലവർ ഇടുകയും ചെയ്യും. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടണം. ഇത് എല്ലാവരും എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ഇത് പുളിപ്പിച്ചൊഴിക്കാൻ പറയുന്ന ആ കൂട്ടത്തിൽ യൂറിയയും കൂടെ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് കമന്റ് ഇടണം. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ്. എനിക്കൊരു നഴ്സറിയിൽ നിന്ന് പറഞ്ഞു തന്ന ഒരു വളമാണ്. ഞാനിത് പരീക്ഷിച്ച് വിജയിച്ച ഒരു നല്ല വളമാണ്. എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതാണ് റോസ്. ഇത് ഒരു കാര്യം വീണ്ടും ഞാൻ എടുത്തു പറയുന്ന, കൊറിയർ വന്ന ഉടനെയുള്ള പ്ലാന്റിനൊന്നും ഇത് ചെയ്യരുത്. കൊറിയർ വരുമ്പോൾ ഉള്ള പ്ലാന്റ് എങ്ങനെ നടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നട്ട് അത് നല്ല മുളകളൊക്കെ വന്ന് തുടങ്ങി കുറച്ച് ആരോഗ്യം വന്നതിന് ശേഷം മാത്രമായിരിക്കണം ഈ ജൈവവളം കൊടുക്കാൻ. അപ്പോൾ ആ ചെറുതായിട്ട് പൊടിച്ച് വന്നു തുടങ്ങിയ ചെടിക്ക് ജൈവവളം കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കണം. വളം കൂടിയാൽ ചെടി ചീഞ്ഞു പോവും. ഇതാണ് റോസ്. ഇതൊരു നല്ലൊരു ടിപ്സാണ്. ഇത് നിങ്ങൾ ഇത് ചെയ്താൽ വിജയിക്കും. അങ്ങനത്തെ ഒരു വളമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി അടുത്ത് റോസ് പ്ലാന്റ് ഇന്നത്തെ സെയിലിനുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും ഒരു കമൻറ്റും ഒരു ഷെയറും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.